അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. PSC അറബിക് പരീക്ഷയിലെ ഗ്രാമർ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ചർച്ചയിലാണ് നാം ഉള്ളത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ പ്രധാനപ്പെട്ട ഓരോ ഏരിയയിലെ ക്വസ്റ്റ്യൻസും ഓരോ പാർട്ടുകളാക്കിയിട്ട് നമ്മുടെ ഈ അറബിക് ക്ലിനിക് ചാനലിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഏതായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ നമ്മൾ 2 വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരാറുള്ള അൽ അദദ് വൽ മഅദൂദ് എന്നൊരു ഏരിയയും അതുപോലെ തന്നെ അൽ ഇസ്തിസ്നാഉ ബി ഇല്ല കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുമ്പോഴുള്ള നിയമങ്ങളും ഈ 2 വീഡിയോകളും നമ്മൾ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഈ 2 ഭാഗത്തിൽ നിന്നും നമ്മുടെ PSC എക്സാമുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ലാ യനാലുൽ മജിദ ഇല്ലൽ ഡാഷ് അൽ ആമിലൈൻ അൽ ആമിലൂൻ അൽ ആമിലീൻ അൽ ആമിലൈൻ അൽ ആലിമൈൻ. ഓക്കെ, ഈ 4 ഓപ്ഷനിൽ ഇത് വന്നിട്ടുള്ളത് അൽ ഇസ്തിസ്നാ എന്ന ഭാഗത്താണ് അല്ലേ. അതായത് ഇസ്തിസ്നാ നമ്മൾ 3 തരത്തിലുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇസ്തിസ്നാഉൻ നാക്കിസ് ഉണ്ട്, ഇസ്തിസ്നാഹുൽ താമുണ്ട്, ഇസ്തിസ്നാഹുൽ മംഫി ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏതാണ്? ഇസ്തിസ്നാഹുൽ മുഫറഗ്, അതായത് 3ാമത്തെ ടൈപ്പാണ്. ഇവിടെ മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ആ ഇസ്തിസ്നായിൻ്റെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടാത്തൊരു സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? ആ ഇല്ലയെ നമ്മളൊന്ന് വൈറു മൗജൂദാക്കി നോക്കുക. അപ്പോൾ ഇല്ല നമ്മൾ ഒഴിവാക്കി നോക്കിയാൽ ലാ യനാലുൽ മജിദ എന്ന് പറഞ്ഞിട്ട് ശേഷം ഒരു ഫായിലിൻ്റെ സ്ഥാനത്താണ് വരിക അല്ലേ. അതായത് റഫ് ആയിട്ടാണ് ഇറാബ് വരേണ്ടത്. ഇവിടുത്തെ ചാൻസ് അതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണുള്ളത്? അൽ ആമിലൂൻ എന്നാണുള്ളത്. ലാ യനാലുൽ മജിദ ഇല്ലൽ ആമിലൂൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾ ഇസ്തിസ്നായിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇംലയിൽ ഫറാഗൽ ലൗഫ്, നിങ്ങൾ യോജിച്ച വേർഡ് കൊണ്ട് എന്ത് ചെയ്യുക? ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഫിഷ് ഷഹരി സലാസൂൻ, ഒരു മാസത്തിൽ 30 ഡാഷ് യൗമിൻ എന്നാണോ, അയ്യാമിൻ എന്നാണോ, അയ്യാമൻ എന്നാണോ, അതോ യൗമൻ എന്നാണോ? ഓക്കെ, ഇത് നമ്മൾ അതത് മഅദൂദിൻ്റെ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫിഷ് ഷഹരി സലാസൂൻ അല്ലേ, 30 എന്ന് പറയുമ്പോൾ അതായത് 11 മുതൽ 99 വരെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുഫ്രദായിരിക്കും, അതുപോലെ തന്നെ മൻസൂബായിരിക്കും എന്നുള്ളത്. ഇവിടെ മുഫ്രദ് എന്ന ഓപ്ഷൻ 2 ഉള്ളൂ അല്ലേ. 1ാമത്തെ ഓപ്ഷൻ യൗമിൻ എന്നും 4ാമത്തെ ഓപ്ഷൻ യൗമൻ എന്നും. അപ്പോൾ അതിൽ മുഫ്രദ് മാത്രമല്ല, മുഫ്രദ് മൻസൂബായിരിക്കണം. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഫിഷ് ഷഹരി സലാസൂന യൗമൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. റഅയ്തു ഡാഷ് കൗകബൻ. അപ്പോൾ 11 എന്നാണ് അവിടെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 11ഉം 12ഉം നമ്മൾ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തായിരുന്നു? 11ഉം 12ഉം അത് മഅദൂദിനോട് യോജിക്കണമെന്നാണ്. മഅദൂദ് മുദക്കറാണോ മഅദൂദ് മുഅന്നസ് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ മഅദൂദ് ഏതാണ്? കൗകബൻ എന്ന് പറയുമ്പോൾ കൗകബ് മുദക്കറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഹദയെ നമ്മൾ മുദക്കറാക്കണം, അഷറയെയും നമ്മൾ മുദക്കറാക്കണം. അപ്പോൾ റഅയ്തു അഹദ അഷറ കൗകബൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇത് 11ൻ്റെയും 12ൻ്റെയും പ്രത്യേകതയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നിംതു ഫിൽ ലൈലി
രാത്രിയിൽ ഞാൻ ഉറങ്ങി. ഹംസ അല്ലേ, നിംതു ഫില്ലയിൽ ഹംസ്, അതായത് ഞാൻ 5 മണിക്കൂർ ഉറങ്ങി എന്നാണ് ഇവിടെ നമുക്ക് പൂരിപ്പിക്കേണ്ടത്. ആ മണിക്കൂർ നമുക്ക് എല്ലാവർക്കും അറിയാം, സാഅത്ത് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ 5 മണിക്കൂർ എന്നാണ് ചോദ്യം. അപ്പോൾ സാഅത്തൻ എന്നാണോ, സാഅത്തിൻ എന്നാണോ, സാഅത്തുൻ എന്നാണോ, സാഅത്തുൻ എന്നാണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതത് മഹദൂദിൽ നമ്മൾ ഇത് 5 എന്നുള്ള ആൻസർ വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 മുതൽ 10 വരെയുള്ള നിയമം കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. 3 മുതൽ 10 വരെയുള്ള നിയമം എന്താണ്? ഒന്ന്, അതതും മഹദൂദും എതിരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹംസ് മുദക്കറായിട്ട് പറയുമ്പോൾ സായത്ത് നമ്മൾ എന്ത് ചെയ്തു, മുഅന്നസാക്കി. മറിച്ച് രണ്ടാമത്തെ ഒരു കായിദ എന്ന് പറഞ്ഞാൽ മഹദൂദ് എന്തായിരിക്കണം, ജം ആയിരിക്കണം. ജം മാത്രമായാൽ പോരാ, അത് മജ്റൂർ ആയിരിക്കണം. അപ്പോൾ സാഅത്ത് എന്നുള്ളത് സാഅത്ത് എന്നാക്കണം. അത് മാത്രം പോരാ, സാഅത്തിൻ എന്ന് ജറാക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിംതു ഫില്ലൈലി ഹംസ് സാഅത്തിൻ എന്നാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. ഈ ജം ആക്കുന്ന ഈ ഒരു സംഭവം 3 മുതൽ 10 വരെ മാത്രമേ മഹദൂദ് ജം ആയിട്ടുണ്ടാവുള്ളൂ. വേറെ എവിടെയും അതത് മഹദൂദിൽ നമുക്ക് മഹദൂദ് ജം ആയിട്ട് കാണാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആദൽ ജുനൂദു, സൈന്യം മടങ്ങി അല്ലേ. ആദൽ ജുനൂദു, സൈന്യം മടങ്ങി. ഇല്ല ഡാഷ്. അപ്പോൾ ഇല്ലൽ ഖായിദു എന്നാണോ, ഇല്ലൽ ഖായിദി എന്നാണോ, ഇല്ലൽ ഖായിദ എന്നാണോ, അതോ കുല്ലു ഖത്ഇനെല്ലാം തെറ്റാണോ? ഇവിടെ ഇസ്തിസ്നായിൻ്റെ നിയമമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇസ്തിസ്നാ 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഇവിടെ ഏത് ടൈപ്പാണ്? ആദൽ ജുനൂദ് അല്ലേ. ഇവിടെ മുസ്തസ്നാ മിൻഹുവിനെ പറയപ്പെട്ടിട്ടുണ്ട്, കലാം പോസിറ്റീവാണ്. അപ്പോൾ ഒന്നാമത്തെ അൽ ഇസ്തിസ്നാഉ താമ് എന്ന ഒരു നൗ ആണ് ഇതുള്ളത്. അവിടുത്തെ നിയമം എന്താണ്? അവിടെ വജബ അൻ നസ്ബ് അല്ലേ, നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. മുസ്തസ്നക്ക് നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. ആദൽ ജുനൂദു ഇല്ലൽ ഖായിദ എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇവിടെ ആദൽ ജുനൂദു എന്നുള്ളിടത്ത് മാ ആദ എന്ന് നെഗറ്റീവായിട്ട് കൊടുത്താലോ, മാ ആദൽ ജുനൂദു ഇല്ലൽ ഖായിദ എന്ന് നസ്ബാക്കിയിട്ടും പറയാം. അതുപോലെ തന്നെ ജുനൂദിൻ്റെ ഇറാബായിട്ടുള്ള ഇല്ലൽ ഖായിദു എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത് ആണ് 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇഷ്തറൈത്തു അഹദ അഷറ, ഞാൻ വാങ്ങി 11 അല്ലെ, 11 പേനകൾ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അഹദ അഷറ അക്ലാമിൻ എന്നാണോ, അതോ കലമുൻ എന്നാണോ, അതോ കലമൻ എന്നാണോ, അതോ അക്ലാമൻ എന്നാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇഷ്തറൈത്തു അഹദ അഷറ, ഞാൻ വാങ്ങി 11. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 11ൻ്റെയും 12ൻ്റെയും പ്രത്യേകത എന്താണ്? മഹദൂദിനോട് യോജിക്കണം അല്ലേ. അതത് മഹദൂദ് രണ്ടും യോജിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് മഹദൂദിൻ്റെ ഇറാബ് എന്താണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജം കൊടുക്കുന്ന ഒരേ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ മുഫ്രദായിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ 11 മുതൽ 99 വരെ എന്തായിരിക്കും? മുഫ്രദ് മൻസൂബായിരിക്കും അല്ലേ. അപ്പോൾ കലമൻ എന്നുള്ള 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഫിസ്സനത്തി ഡാഷ് ഷഹ്റൻ വഫിൽ യോമി ഡാഷ് സായത്തൻ അല്ലേ. സായത്തൻ, ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട്, ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമുക്ക് നോക്കാം. ഫിസ്സനത്തി, ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട് എന്നുള്ള. 11ഉം 12 നമ്മൾ പറഞ്ഞു. 11ഉം 12ഉം മഅദൂദും അതതും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ. മുദക്കറും മുഅന്നസിൽ ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ഷഹ്റൻ എന്നുള്ളത് മുദക്കർ ആയതുകൊണ്ട് തന്നെ 12 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്നയെ നമ്മൾ മുദക്കറാക്കണം, അഷറയെ നമ്മൾ മുദക്കറാക്കണം. അപ്പോൾ ഇസ്ന അഷറ എന്നുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഓപ്ഷൻ എ അല്ലേ, ഇസ്ന അഷറ. അതുപോലെ തന്നെ ഓപ്ഷൻ സിയും ഇസ്ന അഷറ. ബാക്കി വരുന്ന ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഓപ്ഷൻ എയും സിയും മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. വഫിൽ യൗമി, ദിവസത്തിലുണ്ട് ഡാഷ് സായത്തൻ അല്ലേ, 24 മണിക്കൂറുണ്ട്. 24 നിയമം എങ്ങനെയാണ് പഠിച്ചത്? നമ്മളെന്താ പഠിച്ചത്? ഒന്നാമത്തെ ജുസ് മഅദൂദിനോട് എതിരാവണം. അതിപ്പോൾ സായത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട്
ഒന്നാമത്തെ ജുസ് ആയുള്ള അർബായിനെ നമ്മൾ എന്താക്കണം, മുദക്കറാക്കണം. അങ്ങനെ മുദക്കറായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ മാത്രമാണ്. ഇസ്ന അഷറ അർബഉം വ ഇഷ്റൂന സഅത്തൻ എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതത് മഹദൂദിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആയിഷ ലുലു. ആയിഷ ലുലു എന്ന് പറയുന്നത് സുദീഖത്തി, എൻ്റെ കൂട്ടുകാരിയാണ്. ഉംറുഹ, അവളുടെ വയസ്സെന്ന് പറയുന്നത് 16 വയസ്സ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സിത്തത്ത് അശ്റത്ത് ആമൻ എന്നാണോ, സിത്തത്തു അശ്റ ആമൻ എന്നാണോ, സിത്ത അശ്റത്ത് അഴവാമിൻ എന്നാണോ, സിത്തത്ത് അശ്റ അഴവാമൻ എന്നാണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. ഇവിടെ 16 ആണ് അല്ലേ. അപ്പോൾ 13 മുതൽ 19 വരെയുള്ള നിയമം എന്ന് പറഞ്ഞാൽ മഅദൂദ് മുദക്കറാണെങ്കിൽ മഅദൂദിന് എന്താ ഒന്നാമത്തെ ജുസ് എതിരാവണം. അപ്പോൾ മഅദൂദ് ഇവിടെ ഏതാണ്? ആമ്, വർഷം എന്നുള്ളതാണ് അല്ലേ. 11 മുതൽ 99 വരെ മുഫ്രദായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഓപ്ഷൻ എയും ബിയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആമ് എന്നുള്ളത് മുദക്കറാണ്, സനത്ത് എന്നുള്ളത് മുഅന്നസാണ്. 2 വർഷം തന്നെയാണെങ്കിലും ആമ് മുദക്കറാണ്, സനത്ത് മുഅന്നസാണ്. അപ്പോൾ ആമ് മുദക്കറായതുകൊണ്ട് തന്നെ നമ്മൾ സിത്തയെ എന്താക്കണം? മുഅന്നസാക്കണം. അപ്പോൾ സിത്തത്ത എന്നാക്കണം അല്ലേ. എന്നിട്ട് രണ്ടാമത്തെ ജുസ് എന്ത് ചെയ്യണം? ആമിനോട് യോജിപ്പിക്കണം. അപ്പോൾ സിത്തത്ത അശറ ആമൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. യജൂസു ഫിൽ മുസ്തസ്ന ബി ഇല്ല. ഇല്ല കൊണ്ടുള്ള മുസ്തസ്നയിൽ നമുക്ക് ജായിസാകും. ഇതാ കാനൽ കലാം മംഫിയൻ. ഒരു കലാമ് മംഫിയായി കഴിഞ്ഞാൽ നമുക്ക് ജായിസാകും എന്ത്? ഐ എൻസിബ അലൽ ഇസ്തിസ്നായി. ഇസ്തിസ്നായിന് നമുക്ക് എന്ത് ചെയ്യാം? നെസ്ബ് കൊടുക്കൽ നമുക്ക് ജായിസാണ്. അതായത് നമുക്ക് നെസ്ബ് കൊടുക്കാം. വമാഹുവൽ ഇറാബ് സാനി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇറാബ് എന്താണ് എന്നാണ് ചോദ്യം. മനസ്സിലായോ? അതായത് നമ്മൾ ഇസ്തിസ്നാ 3 ടൈപ്പ് ഉണ്ട്, നമ്മൾ വീഡിയോയിൽ പഠിച്ചിരുന്നു അല്ലേ. അതിൽ രണ്ടാമത്തെ ഇനാണ് ഇവിടെ ചോദിച്ചത്. ഒരു കലാമ് നെഗറ്റീവ് ആയപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നമുക്ക് നെസ്ബ് കൊടുക്കൽ ജായിസാണ്. രണ്ടാമത്തെ ഇറാബ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അയ്യത്ബ അൽ മുസ്തസ്ന മിൻഹു ഫി ഇറാബിഹി. മുസ്തസ്ന എന്ത് ചെയ്യണം? മുസ്തസ്ന മിൻഹുവിൻ്റെ ഇറാബിനെ പിന്തുടരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലേ. ആദൽ ജുനൂദു ഇല്ലൽ ഖായിദ എന്ന് പറഞ്ഞല്ലോ. അവിടെ അത് നമ്മൾ എന്ത് ചെയ്യാം? മാ ആദൽ ജുനൂദു എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെസ്ബ് കൊടുക്കൽ ജായിസാണ്. ഇല്ലൽ ഖായിദ എന്നും പറയാം. മുസ്തസ്ന മിൻഹുവിൻ്റെ ഇറാബിനെ പിന്തുടർന്നുകൊണ്ട് മാ ആദൽ ജുനൂദു ഇല്ലൽ ഖായിദു എന്നും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. റഅയ്തു മിഅത്ത ഡാഷ് ഫിൽ ഹക്കീബത്തി. ഞാൻ ബാഗിൽ 100 പുസ്തകങ്ങൾ കണ്ടു എന്നാണ് ചോദ്യം. അപ്പോൾ കിതാബൻ എന്നാണോ, കിതാബിൻ എന്നാണോ, കുത്തുബിൻ എന്നാണോ, കുത്തുബൻ എന്നാണോ എന്നുള്ളത് അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മുതൽ 10 വരെയുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ മഅദൂദ് ജം ആക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുത്തുബിൻ എന്ന ഓപ്ഷനും കുത്തുബൻ എന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി കിതാബൻ എന്നാണോ പറയുക, കിതാബിൻ എന്നാണോ പറയുക എന്നുള്ളതാണ്. 11 മുതൽ 99 വരെ മുഫ്രദായിരിക്കും, മൻസൂബായിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം 100ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. 100 ആവട്ടെ, 1000 ആവട്ടെ, മില്യൺ ആവട്ടെ, ഇതൊക്കെ നമ്മൾ മുഫ്രദായിട്ടാണ് പറയുക, അതുപോലെ തന്നെ മജ്റൂറായിട്ടാണ് പറയുക. അപ്പോൾ മിഅത്ത കിതാബിൻ, അതുപോലെ അൽഫു ലൈലത്തിൻ 1000 രാത്രികൾ അല്ലേ, അൽഫു കിതാബിൻ, അൽഫു യൗമിൻ എന്നാണ് പറയുക. അപ്പോൾ റഅയ്തു മിഅത്ത കിതാബിൻ എന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അൽ അദദ് വൽ മഅദൂദ്, അതുപോലെ തന്നെ ഇസ്തിസ്നാഉ ബി ഇല്ല, ഈ 2 ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള PSC PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യും. അറബിക് ക്ലിനിക് ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക.
ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.